ഈ പാട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ചെറിയൊരു സംഭവം എൻ്റെ ഓർമ്മയിൽ വരുന്നു. ഈ റെക്കോർഡിങ് സമയത്ത് വേണി വെളിയിലോട്ട് ബാത്റൂമിലൊന്ന് പോയായിരുന്നു. ചേട്ടനാണോ? ചേട്ടൻ ലോക്കായി പോയി അല്ലേ? ലോക്കായി പോയതല്ല, കമലഹാസനെ പിടിച്ച് ഉന്തി. അതെന്തോ അത് ഞാനിപ്പോ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ. നമ്മള് ടെൻഷനോട് ടെൻഷനല്ല, മുമ്പിൽ ഒന്ന് കണ്ണിൽ ഇരുട്ട് കയറിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉറക്കമില്ലാണ്ടാണല്ലോ നമ്മള്. അതിന്റെ ഇടയിൽ കൂടി ചേട്ടൻ മൂത്രമൊഴിക്കാൻ വേണ്ടി എൻ്റെ പുറത്തേക്ക് പോയപ്പോഴത്തേക്കും കമലഹാസൻ ഏതോ ബോയ്സ് ഏതോ ഒരു സിനിമയുടെ ഡിസ്കഷന് വേണ്ടി നമ്മുടെ അന്ന് ദീപൻ ചാറ്റർജിയെ അസിസ്റ്റ് ചെയ്യുന്നത് എച്ച് ശ്രീധറാണ്. അതെ, ശ്രീധർ ഇന്ത്യയിലെ നമ്പർ 1 2 റെക്കോർഡിസ്റ്റിലാണ് നമുക്ക് റെക്കോർഡ്. അപ്പൊ എച്ച് ശ്രീധറായിട്ട് കമലഹാസൻ അങ്ങോട്ടും തിരിഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംസാരിക്കുന്നതിനിടയിൽ ചേട്ടന്റെ ഷൂമെ ചവിട്ടിയിട്ടാണ് സംസാരിക്കണത്. അപ്പൊ ചേട്ടന് അങ്ങ് പുറത്തോട്ട് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഷൂ ഇല്ലാണ്ട് പറ്റൂല. അപ്പൊ പുള്ളി ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ തട്ടുണ്ട്. കമലഹാസൻ അതിലും വലിയ തല ചൂടായിട്ടാണ് കമലഹാസൻ നിൽക്കുന്നത്. അവസാനം എന്ത് ചെയ്തു, ഒറ്റ ഉന്തം കൊടുത്തു. കമലഹാസൻ അറിഞ്ഞു കിട്ടിയാണ് വീണ്. ചേട്ടൻ ഷൂ, ഇത് കമലഹാസനാണെന്ന് അറിഞ്ഞിട്ട് വേണ്ടേ. അപ്പൊ അങ്ങനെ ചേട്ടൻ ഷൂ ഇട്ടുണ്ട് സുഖമായിട്ട് അങ്ങോട്ട് പോയി മൂത്രമൊക്കെ വെച്ച് തിരിച്ചു വന്ന്. അവിടെ ലോക്കായി പോയെന്ന് കേട്ടു. അതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. എന്നിട്ട് പരിചയമില്ല ആർക്കും. തിരിച്ചു വന്നപ്പോഴത്തേക്കും ഉസ്മാൻ ചോദിച്ചു, താൻ എന്താണ് ആരാണ് ഈ ഉന്തിയത്? ഏതോ ഒരാള് ശ്രീധരായിട്ട് സംസാരിച്ചു, ഏതോ ഒരാളെ ഉന്തി, എനിക്ക് ഷൂ ഇട്ടണ്ടേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത് അത് കമലഹാസനാണ്. പിന്നെ നോക്കിയപ്പോഴത്തെ ശരിയാണ് ആള്. പുള്ളി നല്ല ജിമ്മായിരുന്നു കേട്ടോ. രക്ഷപ്പെട്ടു. വേണി എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പൊ? ഞാൻ ചെയ്യുന്നത്, കോവിഡ് വന്നപ്പോ ഞാൻ ഓൺലൈൻ ക്ലാസ്സിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ട്യൂട്ടേഴ്സ് വാലി നിങ്ങൾ തന്നെ പരിചയപ്പെടുന്നത്. അത് തന്നെ കുറെ സമയം അങ്ങനെ പോകുന്നുണ്ട് മിക്കവാറും. പിന്നെ കൂടാണ്ട് രാവിലെ ഒരു 10-10:30 ആകുമ്പോഴത്തേക്ക് ഞാൻ തുടങ്ങി കഴിഞ്ഞാൽ രാത്രി വരെ മിക്കവാറും സമയം ഓൺലൈൻ. ചിലർ ഓഫ്ലൈനിൽ വരും. ഇപ്പോഴായി പിന്നെ കുറെ പേര് ഓഫ്ലൈനിൽ വരും. പിന്നെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? ഹിന്ദുസ്ഥാനി വോക്കൽ, പിന്നെ അതിൽ തന്നെ ഹിന്ദുസ്ഥാനി ഹാർമോണിയം. പിന്നെ കൂടാണ്ട് ബുൾബിള് പഠിക്കാൻ പറ്റുന്നൊരു വീട്ടിൽ വരുന്നൊരു സ്ത്രീ എന്ന് പറഞ്ഞാൽ 75 വയസ്സുള്ളവരാ. പക്ഷെ ഭയങ്കര ആങ്സൈറ്റിയാണ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ, ഭയങ്കര പാഷനേറ്റ് ആണ്. അപ്പൊ പിന്നെ കൂടാണ്ട് മാൻലിൻ പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ ഗിറ്റാർ പഠിപ്പിക്കുന്നുണ്ട്, കീബോർഡും പഠിപ്പിക്കുന്നുണ്ട്. എനിക്കിപ്പോഴാണ് ഒരു ആഗ്രഹം വരുന്നത്. ഈ 75 വയസ്സായ ഒരു സ്ത്രീ ബുൾബുൾ പഠിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം, ഈ മാൻഡിലൊന്ന് പഠിച്ചാൽ കൊള്ളാം. കാരണം വേണി അത് വായിക്കുന്ന കേൾക്കും ഭയങ്കര അസൂയ തോന്നും. മാൻലിൻ തിരുവനന്തപുരത്ത് ഞാൻ തുടങ്ങിയത് എന്ന് വെച്ചാൽ എതിർപ്പുകൾ എന്നുള്ള സിനിമ എന്നെ ഇതുപോലെ ഞാൻ ഗിറ്റാറും ബാൻജോയും കീബോർഡും ഒക്കെ വായിക്കുമായിരുന്നു, ഹാർമോണിയം. അപ്പൊ TS രാധാകൃഷ്ണൻ ഉണ്ടല്ലോ, സംഗീത സംവിധായകൻ, അദ്ദേഹമാണ് സംഗീതം. അപ്പൊ ഞാൻ ബാൻജോ ആയിട്ട് പിറ്റേ ദിവസം തരങ്ങളിൽ ചെന്നിട്ട് കാലത്തെ ഒരു 9 മണി ആകുമ്പോഴത്തേക്കും ചെന്നിട്ട്, മാസ്റ്ററെ ബാൻജോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പൊ എന്താണ് എനിക്ക് വായിക്കാനുള്ള ബിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു, അദ്ദേഹത്തിന്റെ സ്വദേശമായ ശ്രദ്ധയിൽ ഒരു ശൈലിയിൽ പറഞ്ഞു, യു ആർ നോട്ട് സപ്പോസ് ടു പ്ലേ ബാൻജോ ടുഡേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് വേറെ ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവിടെ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാവും നോക്കിയെന്ന് പറഞ്ഞു. എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. മാൻഡലിൻ. അതെടുത്ത് വായിച്ചോ. നമ്മളത് വായിക്കാനായിട്ട് എനിക്കത് ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല, ട്യൂണിങ് അറിയില്ല, ഒന്നും അറിയില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. യു ക്യാൻ ഡു അതിങ്ങനെ എടുത്തേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്റെ ട്യൂണിങ് എങ്ങനെയാണ്, അത് വയലിന്റെ ട്യൂണിങ് ആണ്, അതൊന്ന് വയലിൻകാരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കുന്ന പറഞ്ഞു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദാസേട്ടനാണ് പറഞ്ഞത്. ദാസേട്ടൻ പാട്ട് പഠിച്ചിട്ട് നേരെ അവിടെ പോയി പാടി തുടങ്ങി. അപ്പൊ ജെറി മാഷ് പറഞ്ഞു, ഇനി സമയമില്ല, നിങ്ങളെല്ലാരും ബൂത്തിലേക്ക് പോയിക്കോന്ന് പറഞ്ഞു. ഞാൻ എന്റെ ദൈവമേ ബൂത്തിൽ, തരങ്ങളിലൊരു ബൂത്തില് ചെന്ന് ആ പാട്ട് ദാസേട്ടൻ പാടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പല്ലവ് പാടുമ്പോ ഞാൻ ബീജിയുടെ വിറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിയിട്ട് ആ സമയമാകുമ്പോഴത്തേക്ക് വായിക്കുന്നുണ്ട്, കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്. അത് ടേക്ക് എടുത്തോന്ന് തന്നെ എനിക്ക് വന്നിട്ട് ട്രാക്കല്ലേ ഉള്ളു, അങ്ങനെ എടുക്കാനൊന്നും സമയം പറ്റില്ല. അങ്ങനെ എടുത്ത് സംഗതി ഓക്കെ ടേക്കായി. ആദ്യമായിട്ട് അങ്ങനെയാണ് മാൻലിനിസ്റ്റ് ആയത്. ഞാൻ എന്നിട്ട് തലേദിവസം ഉറങ്ങിയിട്ടില്ലായിരുന്നു, പ്രോഗ്രാം ഒന്നുമില്ലായിരുന്നു, വെളുപ്പിനറ്റ വന്നത്. ഞാനൊരു പാട്ട് കേൾക്കുന്ന പകുതി ആയപ്പോഴത്തേക്കും ഞാൻ ഉറങ്ങി. ഇവര് ജെറി മാസ്റ്ററും മ്യൂസിക് ഡയറക്ടർമാരും ദാസിയേട്ടനും എല്ലാവരും പോയി. ഒരു 12 ആയപ്പോഴത്തേക്കും ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നമ്മുടെ അനിയൻ എന്ന് പറഞ്ഞ അനിയനെ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞ്, എല്ലാരും പോയി, മോനും പോയിക്കോ, ഞങ്ങൾ പൂട്ടി പോകാൻ വേണം. പൈസ അതൊക്കെ അല്ല, അതൊന്നും നമ്മൾ ചിന്തിക്കണല്ലോ, അന്ന് സംഗീതമുള്ള തലേക്കിടന്ന്. എന്നിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞു, അതെനിക്ക് അത്ഭുതം തോന്നിപ്പോയി. ദാസിയേട്ടൻ പറഞ്ഞു പോയേക്കണത്, ഇനി മാൻലിന്റെ ബിറ്റുകളൊക്കെ വരുമ്പോ ഇയാളെ വിളിച്ചാൽ മതി. പിന്നെ എനിക്ക് ധൈര്യമായി. പിന്നെ മാൻലിനൊക്കെ നേരെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെറുതെ വായിച്ച്
പക്ഷെ എന്തായാലും മാൻഡലിൻ വേണി വായിക്കുന്നതിന്റെ സൗണ്ടിങ് ഉണ്ടല്ലോ. അല്ല, അത് ഉമ്പായിക്കട പ്രോഗ്രാമിന് വന്ന ശേഷമാണ് ഞാനത് ഒരു ധൈര്യം വന്നത്. കാരണം നിങ്ങൾ പ്രോഗ്രാമിന് ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് ഉമ്പായിക്ക ഒന്ന് സിക്ക് പാടും, സി ഷാർപ്പിന് പാടും, ഡിക്ക് പാടും, ഡി ഷാർപ്പിന് പാടും. നമുക്ക് വൈറ്റ് നോട്ട്, ബ്ലാക്ക് നോട്ട് അങ്ങനെയൊന്നും ഇല്ല. അത് അങ്ങനെയല്ല നമ്മൾ സാധാരണ ചെയ്തേക്കണം. ഇതെല്ലാ സ്കെയിലും വായിക്കണം. അങ്ങനെ ധൈര്യത്തിന് വായിച്ചു. അത് മാത്രമല്ല അതിനൊരു പ്രത്യേക ഫിക്സഡ് ട്യൂണല്ല. അതെ അതെ അതെ. ഒരു പല്ലവി കേട്ടാൽ നമുക്ക് അതിന് പറ്റിയൊരു ബീജി അപ്പം ഉണ്ടാക്കണം. അങ്ങനെ ഇംപ്രവൈസിംഗ് ആണ് മൊത്തം. വേണ്ടി നേരത്തെ പറഞ്ഞല്ലേ ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്താണ് ഹിന്ദുസ്ഥാനിയുടെ ബേസ് എന്താണ്? കുറച്ചൊരു ആലാപനം. അല്ല, ഞാൻ പറയാം. ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞാൽ കർണാടകയിലെ 72 മേളകർത്ത രാഗങ്ങളുണ്ട്. ഇതിപ്പോ 10 ധാട്ടേ ഉള്ളൂ. 10 ധാട്ട്. അതിൽ ബിലാവൽ ധാട്ടാണ് നമ്മളുടെ ഒരു ഖരാന ആരംഭിക്കുന്നത്. അത് ശങ്കരാഭരണത്തിന്റെ അതേ റൂട്ട്. ജസ്റ്റ് ഒന്ന് ഇതിന്റെ രാഗമുണ്ട്, ബിലാവൽ രാഗ്. അത് ആശ്രയ രാഗം എന്ന് പറയും. കർണാടകയിലും അങ്ങനെ തന്നെ പറയും. ജനകരാഗത്തിന്റെ പേരുള്ള രാഗത്തിന് ആശ്രയ രാഗം എന്ന് പറയും. അപ്പൊ അങ്ങനെ ബിലാവൽ രാഗ്. പക്ഷെ ബിലാവലല്ല കൂടുതൽ ആൾക്കാർ പാടുന്നത്. അലയ്യ ബിലാവൽ എന്ന് പറഞ്ഞിട്ട് രാഗമുണ്ട്. അത് സാരേ ഗാ പാ ധാനേ സാ സാനേ ധാ പാ ധാനേ ധാ മാഗരേ സാ. ആരോഹണത്തില് മധ്യമം, പിന്നെ അവരോഹണം വരുമ്പോഴത്തേക്കും ശുദ്ധനിക്ക് വരും, ശുദ്ധനിയും കോമളിനിയും വരും. പിന്നെ സാരേ, ഇങ്ങനത്തെ ഗമങ്ങളല്ല. സാരേ വീണ്ടും പ്രയോഗം. ക്ലാസിക്കലിന്റെ ടച്ചസ് ഇപ്പം അതില്ല. അങ്ങനെ പലതരം 10 തരം ഗമങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ട്. ശരിക്കും ഈ ഹിന്ദുസ്ഥാനി പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് വോയിസിന് ഒരുപാട് ബ്രെത്ത് കൺട്രോൾ വേണ്ടേ? അതെ അതെ, തീർച്ചയായിട്ടും. ഇല്ലേ? അതല്ലേ ലയം കിട്ടും, നല്ല ലയം, ശ്രുതി ലയം കിട്ടാൻ സാധ്യതയുണ്ട്. ഞാനും കച്ചേരിക്ക് പോകാറുണ്ട്. അപ്പൊ ഏത് രാഗം എന്നോ ഏത് താളം എന്നോ ഇത് ഏത് ബന്ധിഷെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. ഗായകൻ പാടി തുടങ്ങുമ്പോഴാണ് അത് ഇന്ന രാഗമാണ്. അതും അപ്പൊ നമ്മളെ അറിവാണ് അതിന്റെ പ്രാധാന്യം. സത്യം. വേണി, എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടതിൽ നിന്നൊക്കെ ഒരുപാട് ഫാർ എഹെഡ് ആയിട്ട് യു ഹാവ് ബിക്കം സം എന്താണ് ഒരു ലെജൻഡറി. അങ്ങനെയൊന്നും പറയാം. ഇനിയും മുമ്പോട്ട് എന്താണ് ആയിരം സമ്പൽ സമൃദ്ധിയോടുകൂടി ഒരുപാട് പാട്ടുകളൊക്കെ ചെയ്യട്ടെ. ഓ തീർച്ചയായിട്ടും. ഇപ്പൊ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാനും ചേട്ടനേലും കൂടുതൽ ചേട്ടൻ ഇപ്പൊ അമേരിക്കയിലാണ്, ചേട്ടൻ. ഞാനും മൂത്ത മോൻ ടാൻസനുമായിട്ടാണ് പാട്ടുകൾ കമ്പോസ് ചെയ്യണത്. ബേണി ആൻഡ് ടാൻസൻ. മിക്കവാറും പ്രോഗ്രാം ചെയ്യണത് കീർത്തൻ. കീർത്തൻ ചിലപ്പോ വയലും വായിക്കാനാ എന്തെങ്കിലും. രണ്ടാമത്തെ മോനാണ്.